അപ്പോഴേ ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? ക്ലീനിങ് ആണ് കേട്ടോ. അതായത് നമ്മളെല്ലാ ആളുകളും എല്ലാ മലയാളീസും ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ 2 ദിവസം കൂടുമ്പോൾ എല്ലാം എന്നും നമ്മൾക്ക് തുടയ്ക്കാൻ പറ്റിയില്ലെങ്കിലും എല്ലാ ദിവസവും നമ്മൾ അടിച്ചു വാരാറുണ്ട്. അപ്പോൾ ഇന്ന് ഒരു സൺഡേ ആണ്. അപ്പോൾ ഒരു ഡീപ്പ് ക്ലീനിങ് ആകാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ വേസ്റ്റ് എല്ലാം കിടപ്പുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഇങ്ങനെ കെട്ടി കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഭയങ്കര പരിതാപകരമായ ഒരു സംഭവം തന്നെയാണ്. അതായത് പ്ലാസ്റ്റിക്കുകൾ നമുക്ക് കടകളിൽ നിന്ന് അലോ ചെയ്യുകയും പിന്നെ അത് നമ്മൾ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്നത്. അപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ പേപ്പർ വേസ്റ്റ് എല്ലാം നമ്മൾ നല്ല രീതിയിൽ കെട്ടി ഒതുക്കി വെക്കും കേട്ടോ. എന്നിട്ട് ഇവിടെ മാസത്തിലൊരിക്കലാണ് വേസ്റ്റ് പേപ്പർ പ്ലാസ്റ്റിക്കൊക്കെ വേസ്റ്റ് എടുക്കാനായിട്ട് വരുന്നത്. അപ്പോൾ ആ വേസ്റ്റ് എടുക്കാൻ വരുമ്പോൾ നമ്മൾ 60 രൂപയാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്ന ചാർജ്. അപ്പോൾ നമ്മൾ അതിനെ തെറ്റ് പറയുന്നതല്ല, അവർക്കൊരു വരുമാനമാണത്. കോർപ്പറേഷനിൽ നിന്ന് അങ്ങനെ ഒരു കുറേ ആളുകൾ വന്ന് വേസ്റ്റ് എടുക്കുന്നതുകൊണ്ട്, സ്ഥിരമായിട്ട് എടുക്കുന്നത് കൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയണില്ല. അപ്പം നമ്മൾ അതുവരെയുള്ള വേസ്റ്റുകൾ, അതായത് നമ്മൾ ഡെയിലി സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞാലും നമ്മുടെ കയ്യിൽ വേസ്റ്റ് നന്നായിട്ട് വരും. അതായത് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ കവറുകൾ പാക്കറ്റുകളെല്ലാം നമുക്ക് വേസ്റ്റ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പോൾ ഈ പേപ്പറും പ്ലാസ്റ്റിക്കും ആയിട്ടുള്ള വേസ്റ്റുകൾ നമ്മൾ തരംതിരിച്ച് വെള്ളമില്ലാണ്ട് വെച്ചിട്ട് നമ്മളതൊരു കവറിനകത്ത് കെട്ടി ഒതുക്കി വെക്കും കേട്ടോ. എന്നിട്ട് വേസ്റ്റ് എടുക്കാൻ വരുന്നവർ അത് വെയിറ്റ് നോക്കിയിട്ടാണ് അതിന് ചാർജ് ഈടാക്കുന്നത്. അപ്പോൾ മിനിമം ചാർജ് എന്ന് പറയുന്നത് 60 രൂപയാണ്. അതിൽ കൂടുതലാകുവാണെങ്കിൽ അതനുസരിച്ചുള്ളത് എടുക്കാറുണ്ട് കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇങ്ങനെ നമ്മൾ അടിച്ചു വാരുന്ന പൊടി, അഴുക്ക് അതൊന്നും ഈ വേസ്റ്റിൻ്റെ കൂടെ പോകില്ല. അതൊക്കെ വേറെയാണ് പോകുന്നത്. അപ്പം നമ്മൾ അത് സെപ്പറേറ്റ് ചെയ്ത് ഇടേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ കെട്ടി ഒതുക്കി ഒരു സൈഡിലേക്ക് വെച്ചിട്ടാണ് ഇന്നത്തെ ക്ലീനിങ് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കെട്ടി മാറ്റി വെക്കുമ്പം തന്നെ ഒരുവിധം ഒതുങ്ങാറുണ്ട് വീട്. അപ്പോൾ കുറേ ചെറിയ സ്ഥലത്ത് താമസിക്കുന്ന ആളുകൾക്കാണ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളത്. ഇവിടെ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ കൂടി നമുക്ക് സാധനങ്ങൾ അധികം ഉള്ളത് കൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ വേസ്റ്റൊക്കെ എടുത്ത് വെക്കാനായിട്ട്. തന്നെയല്ല നമുക്ക് മുറ്റത്തേക്ക് അങ്ങനെ സ്ഥലങ്ങൾ അധികമായിട്ടില്ല. വളരെ ചെറിയ സ്ഥലം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് അവിടെ വെക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വീടിനകത്ത് തന്നെ ഈ വേസ്റ്റ് കെട്ടി വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ നനവോട് കൂടിയും അതുപോലെ തന്നെ വേസ്റ്റ് അതിനകത്ത് ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഭയങ്കരമായിട്ട് സ്മെല്ലെടുക്കും. അതുകൊണ്ടിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലാണ് അത് ഈ ഒരു പരിപാടി ചെയ്യുന്നത് കേട്ടോ. അതായത് തുടച്ച് വൃത്തിയാക്കിയിടുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് എല്ലാ ദിവസവും ചെയ്യണമെന്നുണ്ട്. പക്ഷേ നമ്മളുടെ സാഹചര്യം അതിനോട് യോജിച്ചതല്ലാത്തത് കൊണ്ടാണ് ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ ഈ ഒരു തുടയ്ക്കൽ പരിപാടികൾ. പിന്നെ മൊത്തത്തിലെല്ലാം ആഴ്ചയിൽ ഒരിക്കൽ ഒരു ദിവസമാണ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് നീറ്റാക്കി വെക്കുന്നത്. അപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും പഴയതുപോലെ തന്നെയാകും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മലയാളികളുടെ വീടുകളിലും ഒരുവിധം തിരക്കുള്ള ആളുകളുടെയൊക്കെ വീടുകളിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇതൊക്കെ ഒരു എന്താ പറയുക, നമ്മളുടെ ഒരു ജോലിയായിട്ടല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുക. നമ്മുടെ വീട്ടുജോലികളൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ വീടിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിതൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ മടിയുള്ള ആളുകളുണ്ട്, കുറേ മടിയുള്ള ആളുകളുണ്ട്. അടിച്ചു വാരാനും തുടയ്ക്കാനും ഒക്കെ വലിയൊരു ജോലിയായിട്ട് കാണുന്ന കുറേ ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ കൂട്ടത്തിലല്ല കേട്ടോ. എനിക്കിതൊക്കെ വൃത്തിയായിട്ട് നീറ്റാക്കി ഇരിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ടിട്ട് എനിക്ക് ആ ജോലിയൊക്കെ ചെയ്യുന്നതിനോട് എനിക്കൊരു മടിയില്ല. അതൊരു മടുപ്പായിട്ട് എനിക്ക് തോന്നാറേ ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന്